ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിലൂടെ അക്കൗണ്ട് തുറന്ന നടനും ബി.ജെ.പി. നേതാവുമായ സുരേഷ് ഗോപിക്ക് ഒരു കേന്ദ്ര മന്ത്രിസ്ഥാനം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിനു ശേഷം കേരളീയർ, പ്രത്യേകിച്ചും ബി.ജെ.പി. പ്രവർത്തകർ പ്രതീക്ഷിച്ച ഒന്നാണത്. ദേശീയതലത്തിൽ ബി.ജെ.പിക്ക് സീറ്റ് കുറഞ്ഞതോ ഘടകകക്ഷികളായ ജനതാദൾ യു, തെലുങ്കുദേശം പാർട്ടി എന്നിവയ്ക്ക് വിലപേശലിനുള്ള സാധ്യത വർദ്ധിച്ചതോ ഒന്നും കേരളത്തിലെ ബി.ജെ.പി. പ്രവർത്തകരെ സംബന്ധിച്ച വിഷയമല്ല. അവർക്ക് കേരളത്തിൽ ഒരു സീറ്റ് പിടിക്കണമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് നടന്നു. അവർ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്ന സുരേഷ് ഗോപി തന്നെ ഇവിടെ എം.പി. ആയി എത്തി. കേരളത്തിൽ നേടിയ ഒരേ ഒരു സീറ്റിന് അവകാശിയായ സുരേഷ് ഗോപിക്ക് ഉറപ്പായും കേന്ദ്ര മന്ത്രിസഭയിൽ ഒരു ക്യാബിനറ്റ് പദവിക്ക് യോഗ്യതയുണ്ട് എന്ന് തന്നെ അവർ കരുതി. എന്നാൽ മന്ത്രിമാരുടെ പട്ടിക പുറത്തു വന്നപ്പോൾ സുരേഷ് ഗോപിയും ഞെട്ടി, ബി.ജെ.പി. പ്രവർത്തകരും ഞെട്ടി. കേന്ദ്രമന്ത്രിസഭയിൽ ഒരു ക്യാബിനറ്റ് റാങ്ക് പദവി പ്രതീക്ഷിച്ചപ്പോൾ ലഭിച്ചത് ഒരു സഹമന്ത്രി സ്ഥാനം മാത്രം. അതും വെറും ഒരു സഹമന്ത്രി, സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രിയല്ല. ഒന്നാലോചിച്ചാൽ സുരേഷ് ഗോപി ഒരു ക്യാബിനറ്റ് റാങ്ക് പദവിക്ക് അർഹനാണ്. കാത്തുകാത്തിരുന്ന് ഒടുവിൽ സ്വന്തം ജനസമ്മതി കൊണ്ടൊരു ജയം സ്വന്തമാക്കി കേരളത്തിൽ ബി.ജെ.പിക്ക് നേട്ടമുണ്ടാക്കി കൊടുത്ത വ്യക്തിയാണ് സുരേഷ് ഗോപി. അപ്പോൾ ഉറപ്പായും ഏറ്റവും വലിയ പദവി തന്നെ പുള്ളിക്കാൻ ലഭിക്കേണ്ടതാണ്. എന്നാൽ ഇപ്പോഴോ പ്രതീക്ഷിച്ചത് കിട്ടിയില്ല എന്ന് മാത്രമല്ല, ഇനി കിട്ടുമെന്നുള്ള പ്രതീക്ഷയുമില്ല. സത്യത്തിൽ എന്താണ് സംഭവിച്ചത്? സുരേഷ് ഗോപി ഒരു സിനിമാ നടനാണ്. അതിനുശേഷം മാത്രമാണ് അദ്ദേഹം ഒരു ബി.ജെ.പി. നേതാവും രാജ്യസഭാ എം.പിയും ഇപ്പോൾ ലോക്സഭാ എം.പിയും ഒക്കെയാകുന്നത്. സുരേഷ് ഗോപിയുടെ ആദ്യ പ്രയോറിറ്റി ഉറപ്പായും സിനിമ തന്നെയായിരിക്കും. സിനിമയിൽ കൂടെ തന്നെയാണ് അദ്ദേഹം തൻ്റെ ആരാധകരെ സൃഷ്ടിച്ചതും അതുവഴി രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നതും. എന്നാൽ ഈ സുരേഷ് ഗോപിക്കൊരു പ്രശ്നമുണ്ട്. എല്ലാവരും സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം തന്നെയാണത്. പുള്ളിക്കാരൻ റിയലായിട്ടും ജീവിക്കുന്നത് അഭിനയിച്ചാണ്. അതായത് പുള്ളിയുടെ അഭിനയം സിനിമയിൽ മാത്രമല്ല, പുറത്തും അങ്ങനെ തന്നെയാണ്. സുരേഷ് ഗോപി ഏതെങ്കിലും ഒരു മാധ്യമത്തോട് നേരാവണ്ണം വർത്തമാനം പറയുന്നത് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? അതിഭാവുകത്വം നിറഞ്ഞ ശൈലിയിലൂടെ മാത്രമേ അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കാറുള്ളൂ. അത് അദ്ദേഹത്തിൻ്റെ ശീലമാണ്. ആ ശീലം തന്നെയാണ് ഇന്ന് സുരേഷ് ഗോപിയെയും കേരളത്തിലെ ബി.ജെ.പി. പ്രവർത്തകരെയും നിരാശയിലേക്ക് തള്ളിവിട്ടിരിക്കുന്നത്. സിനിമ എൻ്റെ പാഷനാണെന്നും കേന്ദ്രമന്ത്രിയാകാൻ എനിക്ക് പ്രത്യേക താൽപ്പര്യങ്ങളൊന്നുമില്ലെന്നും ദേശീയ നേതൃത്വം പറഞ്ഞാൽ അത് അനുസരിക്കുമെന്നും ആദ്യമേ സുരേഷ് ഗോപി മാധ്യമങ്ങളോട് പറഞ്ഞപ്പോൾ അത് കേൾക്കാൻ കൊതിച്ചിരുന്ന ദേശീയ നേതൃത്വം അതിനെ അങ്ങ് മുതലെടുത്തു എന്ന് വേണം കരുതാൻ. കാരണം കഴിഞ്ഞ തവണത്തെ പോലെ ഒരു മന്ത്രിസഭയല്ല ഇപ്പോൾ അധികാരത്തിൽ കയറിയിരിക്കുന്നത്. ഘടകകക്ഷികളുടെ പിന്തുണയോടെ മാത്രമേ ഇപ്പോൾ ബി.ജെ.പിക്ക് കേന്ദ്രം ഭരിക്കാൻ കഴിയുകയുള്ളൂ. സ്വാഭാവികമായും ഘടകകക്ഷികൾക്ക് മന്ത്രിസ്ഥാനങ്ങൾ നൽകണം. ജയിച്ചവരെയും ജയിക്കാത്തവരെയും തിരഞ്ഞു പിടിച്ച് കഴിഞ്ഞ തവണ ഡൽഹിയിൽ കൊണ്ടുവന്ന് മന്ത്രിസ്ഥാനം കൊടുത്ത ബി.ജെ.പിക്ക് ഇത്തവണ അതിന് കഴിയില്ല. ഘടകകക്ഷികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് മന്ത്രിസഭയിലെ മന്ത്രിമാരുടെ എണ്ണം തേക്കണം. അതിനിടയിൽ ആരെങ്കിലും ഒരാൾ ഒഴിവായാൽ അത്രയും നല്ലതെന്ന് കേന്ദ്ര നേതൃത്വം വിചാരിച്ചാൽ അതിനെ കുറ്റം പറയാനും കഴിയില്ല. ഈ സാഹചര്യത്തിലാണ് സുരേഷ് ഗോപിയുടെ പ്രസ്താവന എത്തുന്നത്. സിനിമയാണ് തൻ്റെ പാഷൻ. സിനിമ മാതാപിതാക്കളെ പോലെയാണ്, അതിനെ തള്ളിപ്പറയില്ല. സിനിമകൾ ഇനിയും കൂടുതൽ ചെയ്യും. ഇക്കാര്യം കേന്ദ്രത്തെ അനുഭാവപൂർവ്വം അറിയിക്കും. ഇത്രയും പറഞ്ഞതുപോലെ മന്ത്രിസ്ഥാനത്തോട് തനിക്ക് വലിയ താല്പര്യമില്ലെന്ന് ഒരാൾ പറയുമ്പോൾ കഴിഞ്ഞ തവണ ആയിരുന്നെങ്കിൽ നിർബന്ധിച്ച് മന്ത്രിസ്ഥാനം കൊടുക്കാമായിരുന്നു. ഇത്തവണ അതിന് കഴിയില്ലല്ലോ. അതുകൊണ്ട് കേന്ദ്ര നേതൃത്വം വേണ്ടെന്ന് വച്ചു. എന്നാൽ സുരേഷ് ഗോപി വിചാരിച്ചതോ നിർബന്ധിക്കും, ഉറപ്പായും ഒരു ക്യാബിനറ്റ് മന്ത്രി പദവി ലഭിക്കും എന്നൊക്കെ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം കഴിഞ്ഞ ദിവസം രാവിലെ സഹമന്ത്രി പദം ഒഴിയാൻ പോവുകയാണെന്ന രീതിയിൽ സുരേഷ് ഗോപിയുടേതായി ഒരു പ്രസ്താവന പ്രചരിച്ചത്. പിന്നീട് പുള്ളിക്കാരൻ അത് തള്ളിക്കളഞ്ഞെങ്കിലും അതിന് പിന്നിൽ എന്തെങ്കിലും ഇല്ലാതില്ല എന്ന് തന്നെയാണ് പലരും വിശ്വസിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ മാധ്യമങ്ങളുടെ മുന്നിൽ സ്ഥിരമായി നടത്തുന്ന അതിഭാവുകത്വ അഭിനയം ഇവിടെ ചെറുതായി ഒന്ന് പാളിപ്പോയി എന്ന് മാത്രമേ പറയാൻ കഴിയൂ. സത്യം പറഞ്ഞാൽ ആദ്യം മുതലേ പാളിച്ചയായിരുന്നു. 10 വകുപ്പുകളുടെ ചുമതല തനിക്ക് വേണമെന്ന് ആദ്യമേ പറഞ്ഞതും ഒരു വലിയ കല്ലുകടിയായി. സത്യം പറഞ്ഞാൽ പുള്ളിക്കാരൻ ഇതൊന്നും അറിഞ്ഞുകൊണ്ട് പറയുന്നതായിരിക്കില്ല. എന്നാലും ഇത് കേട്ടുകൊണ്ട് നിൽക്കുന്നവർക്ക് തോന്നും, ഇതെന്താണോ ഇയാൾ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന്. അതിനിടയിലാണ് മന്ത്രിസ്ഥാനം കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല എന്ന പ്രസ്താവന വരുന്നത്. കുഴപ്പമില്ലെങ്കിൽ കുഴപ്പമില്ല, എന്നാലും ഒരു ചെറിയ മന്ത്രിസ്ഥാനം വച്ചോളൂ എന്ന് പറഞ്ഞ് കേന്ദ്ര നേതൃത്വം പണി കൊടുക്കുകയായിരുന്നു. കാര്യം ഇങ്ങനെയൊക്കെ പറഞ്ഞതാണെങ്കിലും ക്യാബിനറ്റ് മന്ത്രി പദവി കിട്ടുമെന്ന് തന്നെയാണ് സുരേഷ് ഗോപി കരുതിയത്. വിജയത്തിന് ശേഷം ഡൽഹിയിലെത്തി മോദിയെ കണ്ട സുരേഷ് ഗോപി 3ാം മോദി മന്ത്രിസഭയിൽ സീറ്റ് ഉറപ്പിച്ചിരുന്നു എന്നുള്ളതാണ് സത്യം. ഔദ്യോഗിക അറിയിപ്പും വിവരങ്ങളും പിന്നാലെ ലഭിക്കുമെന്നും കൂടിക്കാഴ്ചയിൽ അറിയിച്ചിരുന്നു. എന്നാൽ പത്മനാഭസ്വാമി ക്ഷേത്ര ദർശനം ഉൾപ്പെടെ പൂർത്തിയാക്കാനായി സുരേഷ് ഗോപി ശനിയാഴ്ച ഡൽഹിയിൽ നിന്ന് കേരളത്തിലെത്തുകയായിരുന്നു. സത്യപ്രതിജ്ഞയ്ക്കായി സുരേഷ് ഗോപി ഞായറാഴ്ച രാവിലെ തന്നെ തലസ്ഥാനത്ത് നിന്ന് ഡൽഹിയിലേക്ക് പുറപ്പെടുമെന്നായിരുന്നു വിവരം.
ഇതിനായി പുലർച്ചെ മുതൽ മാധ്യമങ്ങൾ ശാസ്തമംഗലത്തെ സുരേഷ് ഗോപിയുടെ വീട്ടിലും വിമാനത്താവളത്തിലും നിലയുറപ്പിക്കുകയും ചെയ്തു. ഡൽഹിയിലേക്ക് പോകാനായി രാവിലെ 6:10 എയർ ഇന്ത്യ ഫ്ലൈറ്റിൽ 3 ടിക്കറ്റ് അദ്ദേഹം ബ്ലോക്ക് ചെയ്തിരുന്നു. എന്നാൽ ഞായറാഴ്ച പുലർച്ചെ വരെയും ഔദ്യോഗിക അറിയിപ്പ് കേന്ദ്രത്തിൽ നിന്ന് ലഭിച്ചില്ല. അതുകൊണ്ട് തന്നെ ആ ടിക്കറ്റ് ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. ഇതോടെ സുരേഷ് ഗോപി ആദ്യഘട്ടത്തിൽ മന്ത്രിയാകാനിടയില്ലെന്ന അഭ്യൂഹം ചാനലുകളിൽ പ്രചരിച്ചു. രാവിലെ 10 ശേഷം നരേന്ദ്രമോദിയുടെ വിളിയെത്തി. പിന്നാലെ 12:30 ബംഗളൂരുവിലേക്കുള്ള വിസ്താര ഫ്ലൈറ്റിൽ 3 ടിക്കറ്റ് ഉറപ്പാക്കിയിട്ടുണ്ടെന്ന അറിയിപ്പും ഡൽഹിയിൽ നിന്നെത്തി. തുടർന്നാണ് സുരേഷ് ഗോപി ഡൽഹിയിൽ എത്തുന്നതും. സാധാരണയായി സത്യപ്രതിജ്ഞയ്ക്ക് ക്ഷണിച്ചുകൊണ്ടുള്ള കത്തിൽ തന്നെ പരാമർശിക്കാറുണ്ട് സത്യപ്രതിജ്ഞ ചെയ്യുന്ന വ്യക്തി ഏതു വിഭാഗത്തിലുള്ള മന്ത്രിയാണെന്ന്. ഉറപ്പായും സുരേഷ് ഗോപിക്ക് ലഭിച്ച കത്തിൽ സഹമന്ത്രിയായാണ് സത്യപ്രതിജ്ഞ ചെയ്യുന്നതെന്നുണ്ടാകും. അതിൽ അതൃപ്തിയുണ്ടെങ്കിൽ സത്യപ്രതിജ്ഞയ്ക്ക് പോകാതിരിക്കണമായിരുന്നു എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നത്. അത്തരത്തിലാണ് NCP നേതാക്കളായ അജിത് പവാറും പ്രഫുൽ പട്ടേലും ചെയ്തത്. അങ്ങനെ പോകാതിരുന്നെങ്കിൽ ഒരുപക്ഷെ ഉറപ്പായും ഒരു ക്യാബിനറ്റ് പദവിയുള്ള മന്ത്രിസ്ഥാനം സുരേഷ് ഗോപിക്ക് ലഭിക്കുമായിരുന്നു. എന്നാൽ സത്യപ്രതിജ്ഞയ്ക്ക് പോവുകയും ചെയ്തു. സത്യപ്രതിജ്ഞ ചെയ്ത ശേഷം സിനിമയാണ് തനിക്ക് മുഖ്യമെന്ന് പറയുന്നത് കൊതിക്കുറവ് കൊണ്ട് തന്നെയാണെന്നാണ് രാഷ്ട്രീയ രംഗത്തെ സംസാരം. തൃശ്ശൂരിൽ സുരേഷ് ഗോപി സ്വന്തമാക്കിയത് ത്രസിപ്പിക്കുന്ന വിജയം തന്നെയാണ്. അക്കാര്യത്തിൽ ആർക്കും ഒരു സംശയവുമില്ല. BJPക്കാരുടെ വോട്ട് കൊണ്ട് മാത്രമല്ല സുരേഷ് ഗോപി തൃശ്ശൂരിൽ വിജയിച്ചത്. സാധാരണക്കാരായ എല്ലാ പാർട്ടിക്കാരുടെയും വോട്ടുകൾ സുരേഷ് ഗോപിക്ക് ലഭിച്ചിട്ടുണ്ട്. അത്രത്തോളം സുരേഷ് ഗോപി എന്ന വ്യക്തി അവിടെ ഒരു പാർലമെൻറ്റ് അംഗമായി വരണമെന്ന് തൃശ്ശൂരുകാർ ആഗ്രഹിച്ചു. അതിനനുസരിച്ച് സുരേഷ് ഗോപി തൃശ്ശൂരിലുള്ള ജനങ്ങൾക്ക് ഉറപ്പ് നൽകിയിട്ടുമുണ്ട്. എന്നാൽ ആ ഉറപ്പിനെ നിരാകരിക്കുന്ന ചില വർത്തമാനങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായത്. ഒരു കേന്ദ്രമന്ത്രി സ്ഥാനം സുരേഷ് ഗോപിക്ക് ലഭിക്കുകയാണെങ്കിൽ അത് തൃശ്ശൂരിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഒരു കാര്യമായിരുന്നു. എന്നാൽ വെറുതെയാണെങ്കിലും മന്ത്രിസ്ഥാനം ഏറ്റെടുക്കാൻ തനിക്കിപ്പോൾ സമയമില്ലെന്നും സിനിമയാണ് തൻ്റെ ആദ്യ ചോയ്സ് എന്നും ഒരു തിരഞ്ഞെടുക്കപ്പെട്ട MP പറയുമ്പോൾ ആ MPയെ തിരഞ്ഞെടുത്ത നാട്ടുകാർ അതിനെ എങ്ങനെ കാണണം? സിനിമയെല്ലാം ഉപേക്ഷിച്ച് മുഴുവൻ സമയം രാഷ്ട്രീയ പ്രവർത്തകനായി തന്നെയാണ് സുരേഷ് ഗോപി തൃശ്ശൂരിൽ പ്രവർത്തിച്ചതും ഈ വിജയം സ്വന്തമാക്കിയതും. എന്നാൽ വിജയിച്ചു കഴിഞ്ഞപ്പോൾ രാഷ്ട്രീയത്തെ രണ്ടാം സ്ഥാനത്തേക്ക് മാറ്റി സിനിമയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നത് വിജയിപ്പിച്ചു വിട്ട ജനങ്ങളെ കളിയാക്കുന്നതിന് തുല്യമല്ലേ എന്നാണ് പലരും ചോദിക്കുന്നത്. കേന്ദ്രമന്ത്രിസ്ഥാനം, അതും ക്യാബിനറ്റ് പദവിയോടെ, ഉറപ്പായിരുന്നു സുരേഷ് ഗോപിക്ക്. സ്വന്തം വർത്തമാനം കൊണ്ട് തന്നെയാണ് പുള്ളിക്കാരൻ അതുകൊണ്ട് കളഞ്ഞത്. മാധ്യമങ്ങളെ കാണുമ്പോൾ സ്വന്തം നില മറക്കുകയും വായിൽ തോന്നിയത് അതിഭാവുകത്വത്തിൻ്റെ അകമ്പടിയോടെ തള്ളിവിടുകയും ചെയ്യുമ്പോൾ ഒരുപക്ഷെ ഓർത്തിട്ടുണ്ടാകില്ല ഇത്തരത്തിലൊരു കുരുക്ക് അതിനുള്ളിൽ ഒളിഞ്ഞു കിടപ്പുണ്ടെന്ന്. സിനിമാ തിരക്കുകൾ കഴിയുമ്പോൾ സുരേഷ് ഗോപിയെ വീണ്ടും വിളിച്ച് നരേന്ദ്രമോദി ക്യാബിനറ്റ് പദവിയുള്ള കേന്ദ്ര മന്ത്രിസ്ഥാനം കൊടുക്കും എന്നൊക്കെ ചില വാർത്തകൾ വരുന്നുണ്ട്. ഉറപ്പാണ്, അത് വാർത്തകൾ മാത്രമാണ്. കാരണം കേന്ദ്ര മന്ത്രിസഭയ്ക്ക് ഇനിയുള്ള ദിവസങ്ങൾ സംഘർഷത്തിൻ്റേതാണ്. ഒറ്റക്കക്ഷി ഭരണമല്ല, കൂട്ടുകക്ഷി ഭരണമാണ് കേന്ദ്രത്തിൽ ഇപ്പോൾ നടക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും ഒരുമിച്ച് കൂടിയിരുന്ന് തീരുമാനമെടുക്കാനുള്ള സാഹചര്യം ഇപ്പോൾ ഇല്ല. കേന്ദ്രമന്ത്രിസഭ കൂടുന്നതിന് മുൻപ് നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡുവുമൊക്കെ ഫോൺ വിളിച്ച് പറയും എന്ത് ചെയ്യണമെന്ന്. അതും കൂടെ കേട്ട് മാത്രമേ അവർക്കിപ്പോൾ തീരുമാനമെടുക്കാൻ കഴിയുകയുള്ളൂ. അതിനിടയിൽ സുരേഷ് ഗോപി എന്ന വ്യക്തിക്ക് എന്ത് പ്രസക്തിയുണ്ട് എന്നുള്ള കാര്യം കാലം തെളിയിക്കും.